സ്വാഗതം. നമ്മൾ ഇന്ന് വീണ്ടും പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്ന അടുത്ത ഒരു നയതന്ത്ര നീക്കത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇന്ത്യ 7 സർവകക്ഷി സംഘങ്ങളെ നിശ്ചയിച്ചിരിക്കുന്നു. ഈ സംഘങ്ങൾ അടുത്ത ദിവസങ്ങളിൽ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുകയും അവിടുത്തെ സർക്കാരുകളുമായി ആശയവിനിമയം നടത്തുകയും ഇന്ത്യ സ്വീകരിച്ച നിലപാട് എന്താണ് എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യും. എന്തുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ എന്ന നടപടിയിലേക്ക് പോയി, അതിനുശേഷം പാകിസ്ഥാൻ തിരിച്ചടിച്ചപ്പോൾ ഇന്ത്യ എങ്ങനെയാണ് പ്രതിരോധിച്ചത് എന്ന് വിശദീകരിക്കും. തുടർന്ന് അങ്ങോട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ ഉണ്ടായാൽ അതിനോട് എങ്ങനെയായിരിക്കും ഇന്ത്യ റിയാക്ട് ചെയ്യുക എന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യും. ഇതാണ് തന്ത്രം. ഈ 7 സംഘങ്ങളെ തീരുമാനിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ അതിൽ വളരെ തന്ത്രപരമായ ചില തീരുമാനങ്ങൾ കൂടി എടുത്തിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് എല്ലാ പാർട്ടികളുടെയും പ്രതിനിധികൾ ഈ സംഘങ്ങളിലുണ്ട്. പ്രതിപക്ഷ ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന പ്രതിപക്ഷത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന കോൺഗ്രസിൽ നിന്ന് ശശി തരൂർ, DMKയിൽ നിന്ന് കനിമൊഴി കരുണാനിധി, അതുപോലെ NCPയിൽ നിന്ന് സുപ്രിയ സുലെ, ഈ 3 പേർ ഈ 7 സംഘങ്ങളിൽ 3 സംഘങ്ങളുടെ നേതാക്കളാണ്. അതുപോലെ AIMIMൻ്റെ അസദുദ്ദീൻ ഉവൈസി, CPIMൻ്റെ ജോൺ ബ്രിട്ടാസ്, അങ്ങനെ വിവിധ പാർട്ടികളുടെ പ്രതിനിധികളെ കൂടെ ഇതിലുൾപ്പെടുത്തി. അതായത് ഇന്ത്യ മൊത്തത്തിൽ ഒറ്റ ശബ്ദമായിട്ടാണ് ഇതിനൊപ്പം നിൽക്കുന്നത് എന്ന് ലോകരാജ്യങ്ങളോട് പറയാൻ ശ്രമിക്കുക കൂടിയാണ് നരേന്ദ്രമോദി സർക്കാർ ചെയ്യുന്നത്. ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഇത് ആഭ്യന്തര രാഷ്ട്രീയത്തിൽ കൂടി പ്രതിഫലിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാണാതിരുന്നുകൂടാ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഞങ്ങൾ ഈ സംഘത്തോടൊപ്പമില്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം ഞങ്ങൾ ഈ സംഘത്തോടൊപ്പമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ രാജ്യവിരുദ്ധരായി പ്രവർത്തിക്കുന്നു എന്ന് വളരെ എളുപ്പത്തിൽ സർക്കാരിന് നേതൃത്വം നൽകുന്ന BJPക്കോ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഇതര സംഘപരിവാർ സംഘടനകൾക്കോ പറയാൻ സാധിക്കും എന്ന ആനുകൂല്യം അവിടെയുണ്ട്. അപ്പോൾ ഈ പ്രശ്നത്തിൻ്റെ പുറത്ത് എല്ലാ പാർട്ടികളും നരേന്ദ്രമോദി സർക്കാരിനും BJPക്കും ഒപ്പം നിൽക്കുകയാണ് എന്ന പ്രതീതി ആഭ്യന്തര രാഷ്ട്രീയത്തിലും ആഭ്യന്തര സമൂഹത്തിലും സൃഷ്ടിക്കാനും കഴിയുന്നുണ്ട് എന്നുള്ള പ്രശ്നം അവിടെയുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഇതൊരു വലിയ നയതന്ത്ര നീക്കമാണ്. ഒരുപക്ഷെ രാജ്യാന്തര സമൂഹത്തോട് ഇന്ത്യ ഇതിനു മുമ്പ് 2 തവണ ഇങ്ങനെ പ്രതികരിച്ചിട്ടുണ്ട്. നരസിംഹറാവു സർക്കാരിൻ്റെ കാലത്ത് AB വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ളൊരു സംഘം ഇങ്ങനെ പോയിട്ടുണ്ട്. അതുപോലെ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഭരിക്കുമ്പോൾ 2008 മുംബൈ ആക്രമണത്തിന് ശേഷം ഇതുപോലൊരു സംഘം രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഇത്രത്തോളം വിപുലമായ ഒരു സംഗതിയായിരുന്നില്ല. ഇതേക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പം ഉള്ളത് പ്രൊഫസർ ജോസഫ് ആൻ്റണി സാറാണ്. നമുക്ക് റിസാല അപ്ഡേറ്റിൻ്റെ പ്രേക്ഷകർക്കും മീഡിയത്തിൻ്റെ പ്രേക്ഷകർക്കും ഒക്കെ വളരെ സുപരിചിതനാണ്. അദ്ദേഹം കേരള സർവകലാശാലയുടെ രാഷ്ട്രതന്ത്ര വിഭാഗത്തിൻ്റെ പൊളിറ്റിക്കൽ സയൻസ് വിഭാഗത്തിൻ്റെ മുൻ മേധാവിയാണ്. ഈ വിഷയങ്ങളൊക്കെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. സ്വാഗതം സാർ. ഞാൻ ആദ്യം ചോദിക്കുന്നത്, എന്തുകൊണ്ടിപ്പോൾ ഇങ്ങനെ ഒരു നയതന്ത്ര ദൗത്യത്തിലേക്ക് ഇന്ത്യക്ക് പോകേണ്ടി വരുന്നു? ഒരു സർവകക്ഷി സംഘത്തെ രൂപീകരിച്ച് ഇത് രാജ്യത്തിൻ്റെ മൊത്തം നിലപാടാണ് എന്ന് മൊത്തം ആഗോള സമൂഹത്തെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമത്തിലേക്ക് എന്തുകൊണ്ട് ഇന്ത്യക്ക് പോകേണ്ടി വരുന്നു? ഇന്ത്യ ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്നൊരു പൊസിഷൻ ഉണ്ടല്ലോ ഗ്ലോബൽ സിനാരിയോയിൽ. സാമ്പത്തിക ശക്തി എന്നുള്ള നിലയ്ക്ക് 4മത്തെയോ 5മത്തെയോ സാമ്പത്തിക ശക്തിയായിട്ടുണ്ട്. മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം എന്നുള്ളത്, ഇപ്പോൾ അമേരിക്കയാണെങ്കിലും റഷ്യയാണെങ്കിലും ചൈനയാണെങ്കിലും ബ്രിട്ടനാണെങ്കിലും ഒക്കെ വിശാലമായ ബന്ധങ്ങളുണ്ട്. ആ നേതാക്കളുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധം നമ്മുടെ നേതാക്കൾ പുലർത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഡിപ്ലോമാറ്റിക് ദൗത്യത്തിലേക്ക് ഇന്ത്യക്ക് പോകേണ്ടി വരുന്നു? അതൊരു പ്രശ്നമാണോ? വാസ്തവത്തിൽ ഇതൊരു നല്ല മാറ്റമാണ്, ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റമാണ് എന്ന് ഞാൻ പറയും. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, ഈ വികസിത രാജ്യങ്ങളിൽ, ഈ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ ഈ വിദേശ നയ കാര്യത്തിലൊക്കെ ഒരു ബൈപാർട്ടിസൺ കോൺസെൻസസ് ഉണ്ടെന്ന് പറയാറുണ്ട്. അതായത് അവിടുത്തെ പ്രധാനപ്പെട്ട ഭരണകക്ഷിയും പ്രതിപക്ഷ കക്ഷികളും വിദേശ കാര്യങ്ങളിലും പ്രതിരോധ കാര്യങ്ങളിലുമൊക്കെ ഒരു യോജിപ്പിലെത്തും. സുപ്രധാന കാര്യങ്ങളിൽ അവർ യോജിപ്പിലെത്തുകയും അത് രാജ്യത്തിന്റെ നയമായി മാറുകയും ചെയ്യും. അപ്പൊ അത്തരമൊരു കോൺസെൻസസ്, ഒരു ബൈപാർട്ടിസൺ കോൺസെൻസസ്, നമ്മുടെ ബൈപാർട്ടിസൺ അല്ല, ഇവിടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ട് എങ്കിലും ഞാൻ ആ കോൺസെപ്റ്റ് ഉപയോഗിക്കുകയാണ്. അതായത് പ്രതിപക്ഷവും ഭരണപക്ഷവും എന്നുള്ള കോൺസെൻസസ് ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഈ പഹൽഗാം ആക്രമണത്തെ തുടർന്ന്. അത് നമ്മൾ അങ്ങനെ എത്തിയതിന്റെ കാരണം പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിൽ നിന്ന് നിരന്തരമായി നമ്മൾ വിനാശകരമെന്നോ അല്ലെങ്കിൽ മനുഷ്യത്വരഹിതമെന്നോ വരുന്ന തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. അതിനെ നമ്മൾ അനുവദിക്കാൻ പാടില്ല, അതിനെ ചെറുക്കണം എന്നുള്ളൊരു നിലപാടിലേക്ക് നമ്മുടെ രാഷ്ട്രീയ കക്ഷികൾ വന്നതിന് ഫലമാണ്.
അപ്പൊ അതിന്റെ ഒരു ആശയം സ്വീകരിച്ചു കൊണ്ട് തന്നെയാണ് നമ്മുടെ ഗവൺമെന്റ് ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ അതിന് രണ്ട് ഘടകങ്ങളുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ നിലപാട് കാണുമ്പോൾ. ഒന്നെന്ന് പറയുന്നത് അതിന്റെ ഹാർഡ് പവറാണ്. അതായത് ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ സൈനികമായി പിന്നെ അതിനെ നേരിട്ടു, പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെ നേരിടുകയും വളരെ വിജയകരമായി ആ ഒരു ഒന്നാം ഘട്ടം എന്ന് പറയുന്ന അവസ്ഥ സമാപിച്ചു. എന്നാൽ ഇതിന്റെ രണ്ടാം ഘട്ടത്തിലാണ് ഈ സോഫ്റ്റ് പവർ. ഈ അടുത്ത കാലത്ത് നമുക്കറിയാം സോഫ്റ്റ് പവർ എന്നുള്ള കോൺസെപ്റ്റ് അവതരിപ്പിച്ച ജോസഫ് നീയും ഈ മാസം അന്തരിക്കുകയുണ്ടായി. അപ്പൊ അദ്ദേഹമാണ് ഈ കോൺസെപ്റ്റ്, അതായത് നമ്മളുടെ കയ്യിലുള്ള ഈ ആയുധശക്തിയോ അല്ലെങ്കിൽ സാമ്പത്തിക ശക്തിയോ മാത്രമല്ല ഈ ലോകരാജ്യങ്ങളുടെ അഭിപ്രായത്തെ നമുക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയുന്നത്. നമ്മുടെ കലാ സംസ്കാരം, നമ്മുടെ എന്താണ് മത ആചാരങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് കൂടി, അല്ലെ സിനിമ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് കൂടി മറ്റു രാജ്യങ്ങളിലെ മനുഷ്യരെ നമ്മളിലേക്ക് ആകർഷിപ്പിക്കാൻ കഴിയും എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് ജോസഫ് നീ അവതരിപ്പിച്ചത്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു കോൺസെപ്റ്റ് ഇവിടെ പ്രവർത്തിക്കുന്നത്, അതായത് നമ്മുടെ ഇടയിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഒരു രാഷ്ട്രീയ ഐക്യമുണ്ട് എന്നും പിന്നെ ഭീകരത എന്ന് പറയുന്ന ഭീകരതയ്ക്കെതിരായി നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നു എന്നും നമ്മളുടെ ഒരു ആശയം നമ്മൾ ലോകത്ത് അവതരിപ്പിക്കുക എന്ന് പറയുന്ന ആശയം, അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നു എന്നത് തന്നെ, അതായത് ഒരു മൾട്ടി പാർട്ടി ഡെലിഗേഷൻ ഉണ്ടാകുന്നു എന്നത് തന്നെ വളരെ വലിയൊരു മെസ്സേജാണ് ലോകത്തെ സംബന്ധിച്ചിടത്തോളം. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ മറ്റൊരു കാര്യം, നമുക്കറിയാം ഈ നമ്മളൊരു ആഗോള ശക്തിയാണെന്ന് നമ്മൾ അവകാശപ്പെടുന്നു, അല്ലെങ്കിൽ അതിനുള്ള ശ്രമങ്ങളിൽ നമ്മൾ ഏർപ്പെടുന്നു. അങ്ങനെ നമ്മൾ ശ്രമങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഇന്ത്യയിൽ നടക്കുന്നത് ലോകത്ത് അവതരിപ്പിക്കേണ്ടത്, ലോക തലസ്ഥാനങ്ങളിൽ എത്തിക്കേണ്ടതും ലോകത്തെ ജനതയെ നമ്മളിലേക്ക് അടുപ്പിക്കേണ്ടത് നമ്മുടെ നയതന്ത്ര വിഭാഗമാണ്. എന്നാൽ ആ നയതന്ത്ര വിഭാഗത്തിൽ വളരെ വലിയ ഗുരുതരമായ വീഴ്ചയുണ്ട് എന്നുള്ളത് നമ്മുടെ ഡിപ്ലോമാറ്റിക് വിഭാഗം കൈകാര്യം ചെയ്യുന്നവരും ശ്രദ്ധിക്കുന്നവരും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പൊ നമ്മൾക്കറിയാം, നമ്മൾ കാണേണ്ട കാര്യം, നമ്മുടെ നയതന്ത്ര വിഭാഗത്തിലെ വളരെ മേൽത്തട്ട് നിൽക്കുന്ന നയതന്ത്ര ഉദ്യോഗസ്ഥന്മാർ ഏതാണ്ട് 1000-ൽ താഴെയാണ്. ഈ 1000-ൽ താഴെയാണ് എങ്കിൽ നമ്മൾ കാണേണ്ട കാര്യം, നമ്മളുടെ 140 കോടിയിലേറെ ജനങ്ങളുള്ള രാജ്യമാണ് നമ്മുടേത്. അവിടെ നമുക്ക് ഏതാണ്ട് 1000-ഓളം നയതന്ത്ര ഉദ്യോഗസ്ഥന്മാരാണ് ഉള്ളതെങ്കിൽ ഈ വെറും 50 ലക്ഷം ജനസംഖ്യയുള്ള ന്യൂസിലൻഡ് 885 പേരുണ്ട്. അമേരിക്കയിൽ 14,000 പേരുണ്ട്. 14,000 പേരാണ് അമേരിക്കയിലുള്ളത്. ചൈനയിൽ 4,500 പേരുണ്ട്. ജപ്പാനിൽ 5,700 പേരുണ്ട്. ഇങ്ങനെ, അതായത് ഓസ്ട്രേലിയയിൽ 7,500 പേരുണ്ട്. അതായത് നമ്മൾ ഈ ഒരു വലിയ പ്രതിസന്ധിയെ നേരിടുന്ന മേഖലയാണ് ഈ നയതന്ത്ര മേഖല. കാരണം നമ്മുടെ രാജ്യത്ത് നമ്മൾ പറയുന്നത് എന്താണ്? ഇവിടെ പറയുന്നത്, ഈ പാകിസ്ഥാൻ അവരുടെ സുഹൃത്തുക്കളെയും അവരുടെ സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരായി നിരന്തരമായി പാശ്ചാത്യ രാജ്യങ്ങളിൽ, അമേരിക്ക ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇന്ത്യക്കെതിരായി വളരെ വലിയ നറേറ്റീവ്സ്, ആഖ്യാനങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ഇന്ത്യക്കെതിരായ. അപ്പൊ എന്തുകൊണ്ട് അവർക്ക് ചെയ്യാൻ കഴിയുന്നുള്ളത്, അവര് പിന്നെ 1947 മുതൽ തന്നെ ഈ പാശ്ചാത്യ ശക്തികളുടെയും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെയും ഫ്രണ്ടായി നിന്നതുകൊണ്ട് അവർ നേടിയെടുത്തൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അങ്ങനെയുള്ളൊരു അഡ്വാൻറ്റേജ് ആണ് അവർ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. പക്ഷെ നമുക്ക് അത് എന്തുകൊണ്ട് നമ്മളവിടെ പരാജയപ്പെടുന്നു? നമ്മൾ പരാജയപ്പെടുന്നതിന്റെ കാര്യം, ഈ പറഞ്ഞ തരത്തിൽ ഈ അന്തർദേശീയ തലത്തിൽ ഈ ഡിപ്ലോമാറ്റിക് പേഴ്സണലിനെ, ഉദ്യോഗസ്ഥരെ വിന്യസിച്ചുകൊണ്ട് നമ്മുടെ ആശയങ്ങൾ ഫലപ്രദമായി അവതരിപ്പിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മൾ വീഴ്ച വന്നുകൊണ്ടിരിക്കുന്നു. ആ മേഖലയിൽ ശക്തിപ്പെടുന്നു. നമ്മുടെ ഇപ്പോൾ കേരളത്തിലെ TP ശ്രീനിവാസനെ പോലെയുള്ള അംബാസഡർമാർ നിരന്തരം ആവശ്യപ്പെടുന്ന കാര്യമാണ്, നമ്മൾ അതിന്റെ ഒരു ഐഡന്റിറ്റി നിലനിർത്തിക്കൊണ്ട് കൂടുതൽ ആളുകളെ അതിനകത്തേക്ക് കൊണ്ടുവരണം എന്ന അഭിപ്രായക്കാരാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു രംഗത്തിന്റെ ഒരു അഭാവം ഒരുപക്ഷെ നികത്തുന്നതിന് കൂടിയാവണം ഈ പറഞ്ഞ തരത്തിലുള്ള ഈ മൾട്ടി പാർട്ടി ഡെലിഗേഷനെ നമ്മൾ മറ്റു രാജ്യങ്ങളിലേക്ക് അയക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. റൈറ്റ്. നമ്മളത് പറയുമ്പോഴേ, ഇപ്പോൾ മൾട്ടി പാർട്ടി ഡെലിഗേഷൻ അയക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഇനി എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ കൺസേൺ എന്ന് പറയുന്നത് അതിർത്തി കടന്നു വരുന്ന ഭീകരവാദ പ്രവർത്തനമാണ്. അതിനി ഉണ്ടായാൽ അതിനെ ഏത് ശക്തിയും ഉപയോഗിച്ച് ചെറുക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നയം. ഇതൊക്കെ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മൾട്ടി പാർട്ടി ഡെലിഗേഷനെ നമ്മൾ നിയോഗിക്കുന്നത്. ഇത് നിയോഗിക്കുമ്പോൾ ഇതിന് ആധാരമായിരിക്കുന്ന ഒരു വിഷയമുണ്ടല്ലോ. ഇപ്പോൾ കശ്മീർ എന്ന് പറയുന്നൊരു പ്രശ്നം അവിടെ ഉണ്ടല്ലോ എന്തൊക്കെയാണെങ്കിലും. അപ്പോൾ ഇതിനെ ഒരു ഇൻ്റർനാഷണൽ സിനാരിയോയിലേക്ക് ഇതുകൂടി വരിക എന്നുള്ളൊരു അപകടമുണ്ടോ? അങ്ങനൊരു പ്രശ്നമുണ്ടോ? അല്ല, അത്തരമൊരു ഡയമെൻഷനിലേക്ക് അത് പോകാം. അത്തരമൊരു ഡയമെൻഷനിലേക്ക് ട്രംപിന്റെ ഇടപെടലിലൂടെ ഈ വിഷയം ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിനെ ഒരു പക്ഷേ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടി ആയിരിക്കണം നമ്മുടെ ഇപ്പം OIC പോലെയുള്ള ആളുകൾ ഇത് ഈ മൾട്ടി പാർട്ടി ഡെലിഗേഷനിൽ വരുന്നു, പ്രതിപക്ഷ പാർട്ടി അംഗങ്ങൾ ഡെലിഗേഷനിൽ വരുന്നു, ഇങ്ങനെയൊക്കെ ഉള്ളത് അതിന്റെ ഒരു ഭാഗം കൂടി ആയിരിക്കും. പക്ഷെ നമ്മൾ
എന്താ പറയുന്നത്, നമുക്കൊരു ഡാമേജ് ഉണ്ടായിട്ടുണ്ട്. ട്രംപിന്റെ ഇടപെടലിലൂടെ നമുക്ക് ഡാമേജ് ഉണ്ടായിട്ടുണ്ട്. നമ്മളെ വളരെ വർഷങ്ങളായി പരിശ്രമിച്ച് ഈ ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഈ ഒരു ദ്വയം എന്ന് പറയുന്നതിനെ നമ്മൾ രണ്ടാക്കി മാറ്റിയതാണ്. പക്ഷെ ഈ ഇന്ത്യയും പാകിസ്ഥാനും എന്താണ് ഈ 1500 വർഷമായിട്ട് ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന പോരടിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് വിഭാഗങ്ങളാണ്. അവർ തമ്മിൽ പ്രശ്നം പരിഹരിക്കട്ടെ എന്ന് പറയുന്ന തരത്തിലേക്ക് അദ്ദേഹം വീണ്ടും കൊണ്ടുവന്നു. അത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ നമുക്കിവിടെ ചെയ്യേണ്ട കാര്യം, നമ്മൾ ഈ ഡെലിഗേഷന്റെ ഉദ്ദേശങ്ങളായി നമ്മൾ കാണുന്നത്, ഒന്ന് ഈ പറഞ്ഞ തരത്തിൽ പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു ഭീകര രാഷ്ട്രമാണ്, ഒരു റോഗ് സ്റ്റേറ്റ് ആണ്, ഒരു തെമ്മാടി രാജ്യമാണ്, ഒരു ഫെയിൽഡ് സ്റ്റേറ്റ് ആണ്, ഒരു പരാജയപ്പെട്ട രാജ്യമാണ്. ഇവർ നിരന്തരമായി നമുക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകരാക്രമണങ്ങളുടെ തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട്. ആ തെളിവുകൾ വെച്ചുകൊണ്ട് ലോകരാജ്യങ്ങളെ ഇത് ഭീകര രാഷ്ട്രമാണെന്നും അന്തർദേശീയ തലത്തിൽ ഈ രാജ്യങ്ങളെ ഒറ്റപ്പെടുത്തേണ്ടതാണെന്നുമുള്ള തെളിവുകളോട് കൂടിയിട്ടാണ്, അതാണ് നമ്മുടെ ഗവൺമെന്റ് പറയുന്നത്, തെളിവുകളോട് കൂടിയിട്ടാണ് നമ്മുടെ പ്രതിനിധികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, പാശ്ചാത്യ രാജ്യങ്ങളിൽ, പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, അതായത് ഐക്യരാഷ്ട്ര സംഘടനയുടെ എന്താണ് അംഗങ്ങളുള്ള സ്ഥിരാംഗങ്ങളും അസ്ഥിരാംഗങ്ങളും ഉള്ള രാജ്യങ്ങളും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ, ദക്ഷിണാഫ്രിക്ക പോലെയുള്ള രാജ്യങ്ങൾ, ബ്രസീൽ പോലെയുള്ള രാജ്യങ്ങൾ, ഇങ്ങനെയുള്ള രാജ്യങ്ങൾ, അതായത് ഇവരെല്ലാം നേതാക്കന്മാരാണ്, ഓരോ മേഖലയിലെ നേതാക്കന്മാരാണ്. ഇങ്ങനെയുള്ള നേതാക്കന്മാരെയും അല്ലെങ്കിൽ പ്രത്യേക പശ്ചിമേഷ്യ പോലെയുള്ള രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളെയും ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇനി ഞങ്ങള് ആക്രമിച്ച, അതായത് നമ്മളിപ്പോ തന്നെ നമ്മുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്, ഇന്ത്യക്കെതിരായി നടക്കുന്ന ഭീകരാക്രമണങ്ങളെ യുദ്ധമായി കണക്കാക്കും എന്ന് പറയുന്ന അതിശക്തമായ ഒരു നിലപാടെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ, അതായത് ന്യൂക്ലിയർ ബ്ലാക്ക് മെയിലിംഗ് പോലെയുള്ള കാര്യങ്ങളിലൊന്നും ഞങ്ങൾ ഇനി വീഴൂല. അപ്പൊ അതിനെ ഞങ്ങൾ അതിശക്തമായി നേരിടുമെന്നുള്ള സന്ദേശം കൂടി ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പൊ കാശ്മീർ തീർച്ചയായിട്ടും ഇത് പോകുമ്പോൾ, കാശ്മീർ എന്ന് പറയുന്ന ആ പാക്ക് വേർഡ് ഉച്ചരിക്കാതെ നമുക്ക് ഇത്തരം വിഷയങ്ങൾ സംസാരിക്കാൻ കഴിയില്ല. നമ്മൾ പറയുന്നുണ്ട്, ഇനി ഞങ്ങൾ പാകിസ്ഥാനുമായി സംസാരിക്കുമ്പോൾ പാക് ഒക്കുപ്പൈഡ് കാശ്മീർ, പാക് അധിനിവേശ കാശ്മീരിനെ കുറിച്ചും ഭീകരതയെ കുറിച്ചുമായിരിക്കും സംസാരിക്കുക എന്ന് പറയുന്നെങ്കിലും അതിൽ കാശ്മീർ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു റിസ്ക് ഇതിനകത്തുണ്ട്. പക്ഷെ ഇത് ഫലപ്രദമായി നിർവഹിക്കാൻ കഴിഞ്ഞു. അതായത് നമ്മൾ ഭീകരരാഷ്ട്രമാണ് പാകിസ്ഥാൻ എന്നുള്ളത് തെളിവുകളോട് കൂടിയിട്ട്, ഇപ്പൊ ഇതിന്റെ ഒരു പ്രശ്നം, ഈ പല അന്തർദേശീയ രാജ്യങ്ങളിലെ നേതാക്കന്മാരും പറഞ്ഞത്, നിങ്ങൾ പാകിസ്ഥാൻ ഭീകരരാഷ്ട്രമാണെന്ന് പറയുന്നു, അല്ലെങ്കിൽ ആക്രമണം നടത്തിയെന്ന്, തെളിവെവിടെ എന്ന് പറയുന്ന ഒരു ചോദ്യം അവർ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇത് കൃത്യമായി, അതായത് പാകിസ്ഥാനെ സഹായിക്കണമെന്ന് ആ ആഗ്രഹിക്കുന്ന ചോദ്യം ഒരു രാജ്യങ്ങൾ, വലിയ ചോദ്യമാണല്ലോ. ഇപ്പോൾ നമ്മൾ 2008 മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഇതേപോലൊരു ഡെലിഗേഷൻ അയക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ആ ഡെലിഗേഷന് മറ്റ് രാജ്യങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനായിട്ടുള്ള വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള തെളിവുകൾ ഉണ്ടായിരുന്നു. അതായത് അജ്മൽ കസബ് എന്ന് പറയുന്ന ഇവിടെ പിടിയിലായ വ്യക്തിയുടെ പൗരത്വം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടായിരുന്നു. നമ്മൾ ട്രാക്ക് ചെയ്ത വിവരങ്ങളുണ്ടായിരുന്നു. ഇതിൻ്റെ ഓപ്പറേറ്റീവ്സ് എവിടെയാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള വിവരങ്ങളുണ്ടായിരുന്നു. അവരെവിടെ നിന്നാണ് വന്നത്, ഏത് കപ്പലിലാണ് വന്നത്, എവിടെയാണ് ഇറങ്ങിയത്, എങ്ങനെയാണത് മുംബൈ ഇത്തരം ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു. ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഇങ്ങനൊരു സംഘത്തെ അയക്കുമ്പോൾ പേൽഗാം ഭീകരാക്രമണത്തിലെ ആരോപണ വിധേയരായിട്ടുള്ള, അല്ലെങ്കിൽ അവിടെ ആക്രമണം നടത്തിയ ആളുകളെക്കുറിച്ചുള്ള മിനിമം വിവരമേ നമ്മുടെ കയ്യിലുള്ളൂ. അവരെ നമ്മൾ ഇതേവരെ കണ്ടെത്തിയിട്ടില്ല. അവരുടെ ഓപ്പറേറ്റേഴ്സ് ആരായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് തെളിയിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലേക്ക് അതൊന്നും ഇപ്പോൾ എത്തിയിട്ടില്ല. അപ്പോൾ ഇതൊരു പ്രോബ്ലം ആയിട്ടുണ്ടല്ലോ നമ്മുടെ മുമ്പിൽ. നമുക്ക് അത്തരം തെളിവുകൾ പൊതുമണ്ഡലത്തിൽ ഒരു പക്ഷേ ഗവൺമെന്റ് തന്നിട്ടില്ല എങ്കിൽ പോലും ഗവൺമെന്റ് ട്രാക്ക് ചെയ്തിട്ടുള്ള വിവരങ്ങളും നേരത്തെ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള വിവരങ്ങളും ഒക്കെ വെച്ചുകൊണ്ടായിരിക്കും തീർച്ചയായിട്ടും നമ്മുടെ ഡെലിഗേഷനെ വിടുക. തീർച്ചയായിട്ടും അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ, അതായത് വിദേശ രാജ്യത്തിലെ പ്രതിനിധികൾ അവർക്ക് നിലപാടെടുക്കണമെങ്കിൽ അവർക്ക് ഈ കാര്യങ്ങളെ കൺവിൻസിങ് ആവണം. അപ്പൊ കൺവിൻസിങ് ആവുന്നതിനനുസരിച്ചുള്ള കൃത്യമായ തെളിവുകളോട് കൂടിയിട്ട് നമ്മുടെ പ്രതിനിധി സംഘങ്ങൾ പോയാൽ മാത്രം. ഇപ്പൊ തന്നെ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു മീറ്റിംഗ് നമ്മൾ വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. ആ മീറ്റിംഗിൽ നമ്മൾ ഈ ഭീകരതയ്ക്കെതിരായിട്ടുള്ള കൗൺസിലിന് മുമ്പിൽ ഈ തെളിവുകൾ കൊടുക്കാൻ പോകണം. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് സഫീഷ്യന്റ് ആയിട്ടുള്ള തെളിവുകൾ ഉണ്ട് ഗവൺമെന്റിന്റെ കയ്യിൽ എന്നുള്ളത് കൊണ്ടായിരിക്കണമല്ലോ വളരെ കോൺഫിഡൻസോട് കൂടി 7 സംഘങ്ങളെ വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കാൻ നമ്മൾ തീരുമാനിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു നമ്മുടെ, അതായത് പൊതുമണ്ഡലത്തിൽ ഒരുപക്ഷെ സർക്കാർ ഷെയർ ചെയ്തിട്ടില്ലായിരിക്കാം തന്ത്രപരമായ കാരണങ്ങളാൽ. പക്ഷേ ഈ പോകുന്ന ഡെലിഗേഷനുകളുടെ കയ്യിൽ അത് കൊടുക്കും. അത് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും വളരെ വ്യക്തമായി ലോകരാഷ്ട്രങ്ങളെ ഈ പറഞ്ഞ തരത്തിലുള്ള സമിതികൾക്ക്, ഈ ഡെലിഗേഷനുകൾക്ക് വിവരിച്ചു കൊടുക്കാൻ കഴിയും. അങ്ങനെ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ ഡെലിഗേഷൻ ഒരു പരാജയമായി മാറും. അത് പരാജയമായി മാറാതിരിക്കാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ട് തന്നെ ആയിരിക്കും ഗവൺമെന്റ് ഇതിന് നീങ്ങുക എന്നാണ് ഞാൻ കരുതുന്നത്. റൈറ്റ്. നമ്മളിത് പറയുമ്പോഴേ, ഇപ്പം പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായി, അതിന് തിരിച്ചടി എന്നോണം നമ്മൾ, അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ അതിന് നമ്മളൊരു തിരിച്ചടി കൊടുത്തു. പാകിസ്ഥാനിലെയും പാക് ഒക്യുപ്പൈഡ് കാശ്മീരിലെയും 9 കേന്ദ്രങ്ങളിൽ നമ്മൾ ആക്രമണം നടത്തി.
അതിനുശേഷം പാകിസ്ഥാൻ അതിനോട് റിയാക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ നമ്മൾ അതിനെ പ്രതിരോധിച്ചു. ഈ സമയത്തൊക്കെ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഒരേ സ്വരത്തിൽ ഇതിന് ഒപ്പം നിന്നിരുന്നു, സർക്കാരിനൊപ്പം നിന്നിരുന്നു, സൈന്യത്തിനൊപ്പം നിന്നിരുന്നു, ഇത് വേണ്ടതാണ് എന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷവും ആ നിലപാട് തുടരുന്നുണ്ട്. പക്ഷേ അത് അങ്ങനെ നടക്കുമ്പോൾ തന്നെ ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള ശ്രമങ്ങൾ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ നടക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഒരു വശത്ത് പ്രത്യേകിച്ച് BJPയുടെ ഭാഗത്തു നിന്ന്, സംഘപരിവാർ ശക്തികളുടെ ഭാഗത്തു നിന്നൊക്കെ. ഇപ്പോൾ ഈ നയതന്ത്ര സംഘങ്ങളെ നിയോഗിക്കുമ്പോൾ അത് അന്താരാഷ്ട്ര സമൂഹത്തെ ബോധ്യപ്പെടുത്താനാണെങ്കിൽ കൂടി ഇതിന് ആഭ്യന്തര രാഷ്ട്രീയത്തിലൊരു എഫക്റ്റ് ഉണ്ടാവുമല്ലോ. കാരണം വെച്ചാൽ ഇത് ആർക്കും ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് ഇപ്പോൾ ശശി തരൂരുണ്ട്, കനിമൊഴിയുണ്ട്, സുപ്രിയ സൂലെയുണ്ട് നേതൃത്വത്തിൽ. ശശി തരൂരിൻ്റെ കാര്യത്തിലാണെങ്കിൽ കോൺഗ്രസ് പോലും സജസ്റ്റ് ചെയ്തിട്ടില്ല ശശി തരൂരിനെ, എന്നിട്ടും സർക്കാർ നിയോഗിക്കുന്നു. കോൺഗ്രസ്സിന് ശശി തരൂരിനെ വിടാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്രൈസിസ് ഉണ്ട്. കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ രാജ്യവിരുദ്ധമായി പ്രവർത്തിക്കുന്നു എന്ന് ആക്ഷേപിക്കാനുള്ളൊരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഈ BJPക്കും ഇതര സംഘപരിവാർ ശക്തികൾക്കും ഒരു വലിയ എന്താ പറയുക മേധാവിത്വം നൽകുന്നതിന് കൂടിയിട്ടുള്ളൊരു ശ്രമമായിട്ട് നമ്മളിതിനെ കാണണോ? തീർച്ചയായിട്ടും ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ ആ യുദ്ധത്തിന് നേതൃത്വം കൊടുക്കുന്ന രാജ്യം അല്ലെങ്കിൽ ആ യുദ്ധം വിജയിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും നേട്ടമുണ്ടാക്കാൻ എല്ലാവരും ശ്രമിക്കും, എല്ലാ കാലത്തും ശ്രമിച്ച ചരിത്രമാണ്. നമുക്കത് 71 മുതൽ നമ്മൾ കാണുന്നതാണ്, 2019 നമ്മളിത് കണ്ടതാണ്. ഇതൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാകും. പക്ഷെ ഇവിടെ നമ്മൾ ഇതിൽ കാണേണ്ട ഒരു കാര്യം, ഞാൻ ശശി തരൂരിന്റെ വിഷയമായി എടുത്തുകൊണ്ട് തന്നെ ഞാൻ പറയാം. ശശി തരൂരിനെ വാസ്തവത്തിൽ കോൺഗ്രസ് അദ്ദേഹം പറഞ്ഞതെല്ലാം ഗൗരവമായിട്ട് എടുത്തിട്ടാണോ അദ്ദേഹത്തിനെതിരെ നിലപാടെടുക്കുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അദ്ദേഹം ഈ ദ വയറിന്റെ കരൺ താപ്പറിന് കൊടുത്തൊരു ഇന്റർവ്യൂ ഉണ്ട്, അരമണിക്കൂറിലേറെയുള്ള ഇന്റർവ്യൂ. ആ ഇന്റർവ്യൂ തുടങ്ങുമ്പോൾ തന്നെ അദ്ദേഹം പറയുന്ന കാര്യമുണ്ട്, ട്രംപിന്റെ ഇടപെടൽ മൂലം നമുക്ക് 4 കാര്യങ്ങളിലാണ് ഛേദമുണ്ടായത്. നമുക്ക് ട്രംപിന്റെ ഇടപെടലിനെ, കാരണം ട്രംപിന്റെ ഇടപെടലിൽ നമ്മൾ വിമർശിക്കാതിരുന്ന, അതായത് ഈ ഇന്ത്യ ഗവൺമെന്റ് അത് വിമർശിക്കാതിരുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം പറഞ്ഞത് ട്രംപിന്റെ ഇടപെടൽ മൂലം അത് അന്തർദേശീയ വിഷയമായി മാറി. ഈ ഇന്ത്യയും പാകിസ്ഥാനും നമുക്ക് തുലനം ചെയ്യാൻ കഴിയാത്ത 2 രാജ്യങ്ങളെ ട്രംപ് കൊണ്ടുവന്ന് ഒരുമിച്ചാക്കുന്ന രീതി ഉണ്ടാക്കി. അതിനൊരു ഫ്രെയിംവർക്കിനകത്തേക്ക് നമ്മൾ ഈ 2 രാജ്യങ്ങളെയും കൊണ്ടുവന്നു. ഈ മാതിരി വളരെ വിമർശനാത്മകമായ നിലപാടാണ് ഈ ട്രംപിന്റെ ഇടപെടലിൽ കാര്യത്തിൽ ശശി തരൂർ എടുത്തത്. അതായത് നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ നമ്മൾ പൊതുവായി നേരിടുന്ന സംഘർഷങ്ങൾ വരുമ്പോൾ ഈ വളരെ ഇടുങ്ങിയ രാഷ്ട്രീയം വെച്ച് അത് പരിഗണിക്കാൻ പാടില്ല. ഒന്നത്. 2 എന്ന് പറയുന്നത്, അദ്ദേഹം ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ജനിച്ച് വളർന്ന ആളല്ല. അദ്ദേഹം ലോക രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് അമേരിക്ക കേന്ദ്രീകരിച്ച് വളരെ വർഷങ്ങളോളം അവിടുത്തെ രാഷ്ട്രീയം കണ്ടുവന്ന മനുഷ്യനാണ്. അവിടെ ഒരു ദേശീയ പ്രശ്നം ഉണ്ടാകുമ്പോൾ, ഒരു പ്രധാന പ്രശ്നം ഉണ്ടാകുമ്പോൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന, ദേശീയ താല്പര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന നിലപാടെടുത്ത് അത് കണ്ടു വളർന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. അപ്പൊ അങ്ങനെയുള്ള ഒരാളിന് ഇവിടെ പറയുന്ന തരത്തിൽ വളരെ സങ്കുചിതമായ രാഷ്ട്രീയ നിലപാടിലേക്ക് പോകാൻ അദ്ദേഹത്തിന് കഴിയില്ല. അത് ശരിയുമല്ല എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. അപ്പൊ അങ്ങനെ, അതായത് അദ്ദേഹം ഈ എന്താണ് പറയുന്നത്, ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ കക്ഷിയുടെ നിലപാടാവുകയോ അല്ലെങ്കിൽ ഭരണകക്ഷിക്ക് അനുകൂലമായി ചെയ്യുകയോ അല്ല ഇവിടെ ചെയ്യുന്നത്. അതാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹം പറയുന്നത് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ പ്രതിസന്ധിയെ നേരിടാനായിട്ട് ഒരുമിച്ച് നിൽക്കണം. അതോടൊപ്പം വളരെ കൃത്യമായി, അതായത് ട്രംപിന്റെ നിലപാടിനെ അതിശക്തമായി അദ്ദേഹം വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഇന്റർവ്യൂവിൽ. അപ്പൊ അതുകൊണ്ട് ഈ കോൺഗ്രസ് പാർട്ടി ഇക്കാര്യത്തിൽ ചെയ്യേണ്ടതായിട്ട് എനിക്ക് തോന്നുന്നത്, ശശി തരൂരിനെ കുറെക്കൂടി ഗൗരവമായി കോൺഗ്രസ് പാർട്ടി കാണണം. ഈ സാധാരണ ഒരു കോൺഗ്രസ് പ്രവർത്തകനെ പോലെ അല്ല അദ്ദേഹത്തെ കാണേണ്ടത്. അദ്ദേഹം കോൺഗ്രസിന്റെ മുഖമായി മാറണം. കോൺഗ്രസിന്റെ മുഖമായി മാറുക എന്ന് പറയാൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ അന്തർദേശീയ തലത്തിൽ പോലും ലോക മാധ്യമങ്ങളിൽ, ലോക രാഷ്ട്രങ്ങളെ ശ്രദ്ധിക്കുന്ന വാക്കുകളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകളെ ഈ കേവലമായ രാഷ്ട്രീയത്തിന്റെ ഈ കണ്ണടയ്ക്കുള്ളിലൂടെ കാണുന്നത് കോൺഗ്രസിന് ദോഷം ചെയ്യും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അങ്ങനെ അദ്ദേഹത്തെ ഈ വാസ്തവത്തിൽ ഒരു പക്ഷേ ഈ BJP വിടുന്ന എല്ലാ ഗ്രൂപ്പുകളെക്കാളും ഏറ്റവും ഫലപ്രദമായി ഇന്ത്യൻ നിലപാടെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പൊതു നിലപാടിനെ ലോകസമക്ഷം അവതരിപ്പിക്കാൻ ഏറ്റവും ശേഷിയുള്ള ഏതെങ്കിലും ഒരു നേതാവ് ഇന്ന് ഇന്ത്യയിലുണ്ടെങ്കിൽ അത് ശശി തരൂരാണെന്ന് യാതൊരു സംശയമില്ല. അപ്പൊ അതൊരു ഭാഗത്ത്. എന്നാൽ ഈ കാശ്മീർ എന്ന് പറയുന്ന വിഷയത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ എടുക്കേണ്ട നിലപാടുകളുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഇവിടെ രാജീവ് സൂചിപ്പിച്ചതുപോലെ അന്തർദേശീയ തലത്തിൽ ഈ ഡെലിഗേഷന് ചെല്ലുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താ തെളിവ്? പഹൽഗാം ആക്രമണം നടത്തിയത് പാകിസ്ഥാനിലെ ഭീകരരാണെന്നുള്ളതിന് നിങ്ങളുടെ കയ്യിൽ എന്താ തെളിവുള്ളത്? അവരെ നിങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അവരെ നിങ്ങൾ പിടിച്ചിട്ടുണ്ടോ? അവരുടെ എന്ത് തെളിവുകളാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ അത് വാസ്തവത്തിൽ അതായത് പൊതുമണ്ഡലത്തിൽ ഇതുവരെ അതിനൊരു മറുപടി ഗവൺമെന്റ് തരാൻ കഴിഞ്ഞിട്ടില്ല. ഇത്തരം കാര്യങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ ഈ വിഷയത്തിൽ ഗവൺമെന്റിനെ, അതായത് പഹൽഗാം ആക്രമണ വിഷയത്തിൽ ഗവൺമെന്റിനെ പിന്തുണയ്ക്കുമ്പോൾ തന്നെ ഇത്തരം കാര്യം നമുക്ക് എന്തുകൊണ്ട്, നമ്മൾ
ഇന്റലിജൻസ് പിഴവുണ്ടായോ, നമുക്ക് സുരക്ഷാ പിഴവുണ്ടായോ, നിരപരാധികളായ 26 പേര് മരിക്കാനുണ്ടായ സാഹചര്യം എന്താണ്, പിന്നെ നമ്മുടെ അമർനാഥ് യാത്ര പോലെയുള്ള യാത്ര നടക്കുന്ന ഒരു സുപ്രധാന മേഖലയിൽ എന്തുകൊണ്ട് പോലീസിന്റെയും ഇന്റലിജൻസിന്റെയും പട്ടാളത്തിന്റെയും ഒക്കെ സാന്നിധ്യമില്ലാതെ പോയി എന്ന് പറയുന്ന വിഷയങ്ങൾ വളരെ ഗൗരവമായി ഗവൺമെന്റിന് മുമ്പിലും രാജ്യത്തിന് മുമ്പിലും വെക്കാൻ അവർക്ക് കഴിയണം. അങ്ങനെ രാജ്യത്തിൽ, അതായത് ഇവിടെ ഇവിടെ ഒരു വളരെ വലിയ സുരക്ഷാ വീഴ്ചയുണ്ടെന്ന് ഗവൺമെന്റ് തന്നെ ഭംഗ്യന്തരേണ സൂചിപ്പിച്ചിട്ടുണ്ട്. സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട്, ഇന്റലിജൻസ് വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് സമ്മതിച്ചിട്ടുള്ള സാഹചര്യത്തിൽ അത്തരം കാര്യങ്ങൾ അത് വീഴ്ചയല്ലേ? അത്തരം വീഴ്ചകളെ നമ്മൾ പൊതുജന സമക്ഷം അവതരിപ്പിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾക്ക് കഴിയണം. അങ്ങനെ പ്രതിപക്ഷ പാർട്ടികൾ കഴിയുമ്പോൾ ആ പ്രതിപക്ഷ പാർട്ടികളെ നിങ്ങൾ ദേശദ്രോഹികളാണെന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. കാരണം ഈ ആക്രമണത്തിന് വിധേയരായിട്ടുള്ള ആളുകൾ നമ്മുടെ ആഭ്യന്തരമന്ത്രിയോട് തന്നെ ചോദിച്ചാണ്, ഇത്രയും അരക്ഷിതമായ സ്ഥലത്തേക്കാണോ ഞങ്ങളെ കൊണ്ടുവന്നത്? അപ്പൊ ആ ജനങ്ങളെ അങ്ങനെ മരണത്തിലേക്ക് വിട്ടുകൊടുത്തതിന്റെ ധാർമ്മിക രാഷ്ട്രീയ ഉത്തരവാദിത്തപ്പൊഴുക്ക് ഭരണകൂടത്തിനാണ്. അപ്പൊ ഇത് ഇനി ആവർത്തിക്കാമല്ലോ, ഈ വീഴ്ച ആവർത്തിച്ചാൽ ഇനി ഇത്തരം സംഭവങ്ങൾ എവിടെ ഇന്ത്യയുടെ ഏത് ഭാഗത്ത് വേണമെങ്കിലും ആക്രമിക്കാം. അപ്പൊ അത് നമ്മൾ ഉന്നയിക്കുകയും അതോടൊപ്പം അന്തർദേശീയ തലത്തിൽ അല്ലെങ്കിൽ ദേശീയമായ ഒരു പ്രശ്നം നമ്മൾ നേരിടുമ്പോൾ അതിന്റെ കൂടെ നമ്മൾ നിൽക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തം പ്രതിപക്ഷ പാർട്ടികൾക്കുണ്ട്. പ്രതിപക്ഷ പാർട്ടികൾ ഈ സർക്കാരിന് പോലെ തന്നെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിലുള്ള നടപടികൾ കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ട് എടുപ്പിക്കുന്നതിലുള്ള ഉത്തരവാദിത്തം കൂടി അവർക്കുണ്ട്. റൈറ്റ്. നമ്മളത് പറയുമ്പോഴേ ഞാനൊരു കാര്യം ചോദിച്ചത്, ഇപ്പോൾ ഈ പറഞ്ഞ സിനാരിയോ ഉണ്ടല്ലോ, ഇപ്പോൾ ഇൻ്റലിജൻസ് വീഴ്ചയെക്കുറിച്ച് ഇപ്പോൾ ഓൾ പാർട്ടി മീറ്റിങ്ങിൽ ഒരു പരിധി വരെ കേന്ദ്ര സർക്കാർ സമ്മതിക്കുന്നുണ്ട് ഇൻ്റലിജൻസ് വീഴ്ച ഉണ്ടായി അല്ലെങ്കിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നുള്ളത് പറയാതെ സമ്മതിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. കാരണം വെച്ചാൽ ആ മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങി വന്ന ആളുകൾ പലരും പറഞ്ഞത് അങ്ങനെയാണ്. അപ്പോൾ ഈ സിനാരിയോ ഉണ്ടല്ലോ, ഈ ഇൻ്റലിജൻസ് വീഴ്ച, സുരക്ഷാ വീഴ്ച, ഒപ്പം ഈ ആക്രമണം നടത്തി ഒരുപക്ഷെ നിയന്ത്രണ രേഖ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിർത്തി എന്ന് പറയുന്നത് ഏതാണ്ട് 100-150 കിലോമീറ്റർ അകലെയുള്ള അതിർത്തിയിലേക്കൊക്കെ അല്ലെങ്കിൽ എവിടെയാണ് അവർ സുരക്ഷിതരായി പോയതെന്ന് നമുക്കിപ്പോഴും അറിയില്ല. അപ്പോൾ ഒരു വീഴ്ചയെ നമ്മുടെ ആഭ്യന്തര സമൂഹത്തിൽ ചർച്ചയാവാതിരിക്കുക അല്ലെങ്കിൽ അതിനെ മാറ്റി നിർത്തുക, ആ ഒരു തന്ത്രം കൂടി ഉണ്ടാവുമോ ഈ അന്താരാഷ്ട്ര സമൂഹത്തിലേക്കുള്ള ഈ ഔട്ട്റീച്ചിന് പിന്നിൽ? അല്ല, അത് പിന്നെ ഭരിക്കുന്ന കക്ഷിക്ക് അത്തരം തന്ത്രങ്ങൾ ഉണ്ടാവാം, പക്ഷെ ആ തന്ത്രത്തിൽ പ്രതിപക്ഷ കക്ഷികൾ വീണുപോകും. അതാണ് അതിന് പ്രധാനപ്പെട്ട പ്രശ്നം. ഞങ്ങൾ ഇതിനെതിരായ നടപടി എടുക്കുന്നു, ശരി തന്നെ, നടപടിയുണ്ട്, അത് നല്ല വിജയകരമായ നടപടിയാണ്. അത് വാസ്തവത്തിൽ ഏതെങ്കിലും ഒരു ഗവൺമെന്റിന്റെ വിജയമല്ല, ബേസിക്കലി പറഞ്ഞ രാഷ്ട്രത്തിന്റെ വിജയമാണ്. കാരണം നമുക്കറിയാം, നമ്മൾ ഈ പറഞ്ഞ തരത്തിലുള്ള നമ്മുടെ സേനയെ ശക്തിപ്പെടുത്തൽ, നമ്മളൊരു ആണവ ശക്തിയാകുന്നു, നമ്മളൊരു സാമ്പത്തിക ശക്തിയാകുന്നു, അത് ഏതെങ്കിലും ഒരു ഈ 10 വർഷം കൊണ്ടുവന്ന ഒരു ഗവൺമെന്റിന് മാത്രം നേട്ടമല്ല. ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ പിന്നെ ഓരോ ഗവൺമെന്റും സ്വീകരിച്ച നയങ്ങളുടെ ഒരു കണ്ടിന്യൂഷനാണ്. എസ്പെഷ്യലി നരസിംഹറാവുവിന്റെ കാലത്ത് തുടങ്ങി വെച്ച സാമ്പത്തിക നയങ്ങളിൽ തുടർന്ന് നമ്മൾ സാമ്പത്തിക ശക്തിയാകുന്നു. അത് കഴിഞ്ഞ 10 വർഷമായിട്ട് ഉണ്ടായിരുന്ന നേട്ടമൊന്നുമല്ല. അപ്പോൾ ഈ പറഞ്ഞ 10-30 വർഷമായിട്ട് നമ്മൾ സാമ്പത്തിക രംഗത്ത് നേട്ടം ഉണ്ടാകുമ്പോൾ നമ്മൾ സൈനിക രംഗത്ത് മോഡേണൈസേഷനിലേക്ക് പോകും, അങ്ങനെ നമ്മൾ ആണവ ശക്തിയായിട്ട് മാറുന്നു. അപ്പോൾ അങ്ങനെയുള്ള നേട്ടങ്ങളുടെ ഒരു ഫലനമാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ ഇപ്പോൾ ഇരിക്കുന്ന ഗവൺമെന്റ് കഴിഞ്ഞ കുറച്ച് വർഷം കൊണ്ട് നേടിയെടുത്ത നേട്ടമൊന്നുമല്ല. റഷ്യയുമായിട്ട് നമ്മൾ ഈ ഉണ്ടാക്കിയ സൗഹൃദം ആരുണ്ടാക്കിയതാണ്? ഇന്ദിരാഗാന്ധി ഗവൺമെന്റ്, നെഹ്റു ഗവൺമെന്റ് ഉണ്ടാക്കിയ ആ ഒരു അതിശക്തമായ നമ്മുടെ S-400 ട്രയംഫ് പോലുള്ള മിസൈലുകൾ നമുക്ക് ലഭിക്കാനുള്ള കാരണം എന്താ? റഷ്യയുമായി നമ്മൾ ഉണ്ടാക്കിയ അത്രമേൽ തന്ത്രപരമായ ബന്ധമാണ്. അത് മുൻകാല ഗവൺമെന്റ് തുടങ്ങി വെച്ച ബന്ധമാണ്, അത് ഇപ്പോഴും തുടർന്നു പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ എല്ലാ ഗവൺമെന്റുകളും, അതായത് ഏതെങ്കിലും ഒരു പ്രത്യേക ഗവൺമെന്റ് വന്ന് ഞങ്ങൾ ഇതാ ജയിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് വാസ്തവത്തിൽ അർത്ഥശൂന്യമാണ്. കാരണം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ വിജയമാണ് ഉണ്ടായതെങ്കിൽ ഉണ്ടായിട്ടുള്ളത്. കാരണം ഇന്ത്യ കാലങ്ങളായി ഉണ്ടാക്കിയ സാമ്പത്തിക, സൈനിക, രാഷ്ട്രീയ നേട്ടങ്ങളുടെ ഒക്കെ ആകത്തുകയാണ്. അപ്പൊ അതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. അത് പറയുമ്പോൾ പാരലലി ഈ ക്യാമ്പയിൻ അവിടെ നടക്കുകയാണ്. ഇപ്പോൾ റഫാൽ വാങ്ങിയത് നരേന്ദ്രമോദിയാണ്, S-400 വന്നത് നരേന്ദ്രമോദിയുടെ കാലത്താണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്യാമ്പയിൻ പാരലലി നടക്കുന്നുണ്ട്. അതാണ് ഞാൻ ചോദിക്കുന്നത്, ഇതിനെ ഈ വീഴ്ചയെ മറച്ചു വയ്ക്കുകയും പൊളിറ്റിക്കലായി ഇത് ഉപയോഗിക്കുകയും ചെയ്യാനുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമാണോ ഈ നയതന്ത്ര നീക്കം എന്നുള്ള ക്വസ്റ്റ്യൻ വരുന്നത് അതുകൊണ്ടാണ്. അല്ല, അത് തീർച്ചയായിട്ടും നമുക്ക് ഇന്ത്യയുടെ ഒരു സാഹചര്യം അറിയാമല്ലോ. നമ്മളിപ്പോൾ നോക്ക്, മാധ്യമ സ്വാതന്ത്ര്യത്തിൽ എത്രാം സ്ഥാനത്താണ് നമ്മൾ നിൽക്കുന്നത്? 151 സ്ഥാനത്ത് നിൽക്കുന്നു. എന്താ എന്റെ അർത്ഥം? പോലും വാദമുണ്ട് 157 നിന്ന് 151 എത്തിയല്ലോ എന്ന് വാദിച്ച് ന്യായീകരിക്കുന്നുണ്ട്. ആകെ കൂടിയുള്ള രാജ്യങ്ങൾ എത്ര നമ്മൾ നോക്കിയാലേ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ നമ്മുടെ മാധ്യമങ്ങൾക്ക് അവർ ആഗ്രഹിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നം ഇല്ലായിട്ടുണ്ട്. ഒന്ന്, അതാണല്ലോ 151ാമത്തെ റാങ്കിൽ നമ്മൾ എത്തി നിൽക്കുന്നു എന്നുള്ളതിന്റെ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ മാധ്യമങ്ങൾ ഏകദേശം മുഖ്യധാരാ മാധ്യമം, നമ്മുടെ ലെഗസി മീഡിയ എന്നും സോഷ്യൽ മീഡിയ എന്നൊക്കെ പറയുന്ന 2 തരത്തിലുള്ള മാധ്യമങ്ങൾ
പിന്നെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഗവൺമെന്റിനെ ഈ കണ്ണുമടച്ച് അല്ലെങ്കിൽ ഒരുപക്ഷെ അന്ധമായി എന്താണ് ന്യായീകരിക്കുന്നതും പുകഴ്ത്തുന്നതുമായിട്ടുള്ള, അതായത് നമ്മുടെ ഇവിടെ നമ്മൾ ഈ മാധ്യമങ്ങളുടെ ഒക്കെ നോക്കും, മോഡിയാണ്, അതായത് സിന്ദൂർ, ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള പേര് കൊടുത്തത് മോഡിയാണ്. ഇങ്ങനെയൊക്കെയാണ് മാധ്യമങ്ങൾ ഇതിനെ പർവ്വതീകരിക്കുകയും ഇതൊക്കെ ചെയ്യുന്നത്. മോഡി തീരുമാനിക്കുന്നു, ഈ രാജ്യത്ത് ഗവൺമെന്റ് ആണ് തീരുമാനിക്കുന്നത്. ഗവൺമെന്റ് ഒരു ക്യാബിനറ്റ് ഉണ്ട്, സേനാ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇവരെല്ലാവരും കൂടി ഒരു കൂട്ടായിട്ടുള്ള കളക്റ്റീവായിട്ടുള്ള ഡിസിഷന്റെ ഭാഗമല്ലേ ഇതെല്ലാം വരുന്നത്. അപ്പൊ ഇതിനെ, അതായത് നമ്മുടെ മാധ്യമങ്ങൾ വളരെ ബോധപൂർവം ചെയ്യുന്ന ഒരു കാര്യം ഇത്. അതുകൊണ്ടാണല്ലോ ഗോദി മീഡിയ എന്ന് പറയുന്നത്. കാരണം നമ്മൾ എന്താണ്, അദ്ദേഹത്തിന്റെ മടിയിലെ മാധ്യമങ്ങളായി നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഏതാണ്ട് നല്ല രീതിയിൽ അധപ്പതിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആണ് ഈ ഗവൺമെന്റിന്റെ, അതായത് നമ്മൾ വാർത്തയല്ലല്ലോ ഇപ്പൊ ഇവിടെ പറയുന്നത്, നമ്മൾ കാഴ്ചപ്പാടുകളാണ് പറയുന്നത്. കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ആരുടെ കാഴ്ചപ്പാടാണ്? ഗവൺമെന്റിന്റെ കാഴ്ചപ്പാടാണ്. നിങ്ങൾക്ക് കൃത്യമായി ഗവൺമെന്റിന്റെ നടപടികളെ വിമർശിച്ചാൽ, നിങ്ങൾക്ക് നമ്മൾ വയറിന്റെ കാര്യം കണ്ടു. വയർ എന്ന് പറയുന്നത് ഇടയ്ക്ക് വെച്ച് അതിനെ ബാൻ ചെയ്യുന്ന സ്ഥിതിയിലേക്ക് പോയി. അതായത് സ്വതന്ത്രമായി നിങ്ങൾ നിലപാടെടുത്താൽ നിങ്ങൾക്കെതിരെ കേസുകൾ വരും, നിങ്ങളെ ബാൻ ചെയ്യും, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ട്, നമ്മൾ പുർക്കായസ്ഥായുടെ കാര്യങ്ങളും അങ്ങനെ എത്രയോ ചാനലുകളുടെ കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ടും ഈ മാധ്യമങ്ങൾ തീർച്ചയായിട്ടും, ഈ ഇന്ത്യ രാജ്യത്തെ മാധ്യമങ്ങൾ, മുഖ്യധാരാ മാധ്യമങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങളെ അതിശക്തമായി സ്വാധീനിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നൊരു സ്ഥിതിയുണ്ട്. അതിനെ അതിവർത്തിക്കേണ്ട ബാധ്യത, അതിവർത്തിക്കേണ്ട ഹെർക്കൂലിയൻ ടാസ്ക്കാണ്. ആ ഹെർക്കൂലിയൻ ടാസ്ക് നേരിടുന്നത് ഇവിടുത്തെ പ്രതിപക്ഷമാണ്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരെ ഈ പ്രതിപക്ഷ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന് മോശപ്പെട്ട പേരുകളൊക്കെ ഇട്ടുകൊണ്ട് വിളിക്കുന്നതിന് ഈ കൂട്ടുനിൽക്കുന്ന മാധ്യമങ്ങൾ വരെയാണല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള ആ ഒരു പ്രശ്നത്തെ ഓവർകം ചെയ്യേണ്ട ബാധ്യത രാഷ്ട്രീയ പാർട്ടികൾ, അത് വലിയ ഹെർക്കൂലിയൻ ടാസ്ക് ആണ്. അവരുടെ നിലയ്ക്ക് ചെയ്താൽ മാത്രമേ സാധ്യമാവുള്ളൂ. കാരണം ഇവിടെ ഈ ഒരു പ്രശ്നം, ഈ രാജീവ് പറഞ്ഞ പ്രശ്നം അന്തർദേശീയ തലത്തിലുണ്ട്. അന്തർദേശീയ തലത്തിൽ ഇതല്ല സ്ഥിതി. അന്തർദേശീയ തലത്തിൽ പല മാധ്യമങ്ങളും പാകിസ്ഥാന്റെ നിലപാടുകൾ, ഞാൻ ഇന്നലെ തൃശ്ശൂരിൽ ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ മെൽബണിൽ പോയിട്ട് വന്ന ഒരു പുരോഹിതൻ അവിടെ പ്രസംഗിച്ചു. അദ്ദേഹം പറയുന്നത്, ഈ ഇന്ത്യയിൽ ഈ നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നതല്ല, അതിന് വ്യത്യസ്തമായിട്ടുള്ളതാണ് അന്തർദേശീയ മാധ്യമങ്ങൾ പറയുന്നത് എന്ന് അദ്ദേഹം അവിടെ പ്രസംഗിച്ചു. മനസ്സിലല്ലേ? എന്ന് പറഞ്ഞാൽ ഈ നമുക്കറിയാം, ഞാൻ നേരത്തെ ആദ്യം സൂചിപ്പിച്ച പോലെ 70 വർഷമായിട്ട് പാശ്ചാത്യ രാജ്യങ്ങളോടൊപ്പം നിന്ന രാജ്യമാണ് പാകിസ്ഥാൻ. ആ പാകിസ്ഥാനോട് അനുഭാവമുള്ള രാജ്യങ്ങളാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ. അമേരിക്കയ്ക്ക് പാകിസ്ഥാനോട് താല്പര്യമില്ലെങ്കിൽ ഇത്രയും ഭീകരമായ ആക്രമണം നടത്തുന്ന അമേരിക്കയെ ഞാൻ ഇടപെട്ട് പ്രശ്നങ്ങളെല്ലാം തീർത്ത് നിങ്ങൾ ഇനി സംസാരിച്ചു എന്ന് പറയാൻ അമേരിക്ക വരില്ലായിരുന്നു. അപ്പൊ ഇതാണ് സ്ഥിതി. അപ്പൊ അമേരിക്കയുടെ നറേറ്റീവ്സ്, ഈ പാശ്ചാത്യ മാധ്യമങ്ങളിൽ ഇന്ത്യക്കെതിരായിട്ടുള്ള നറേറ്റീവ്സ് വരുന്ന, അതിനെ ന്യൂട്രലൈസ് ചെയ്യാനാണല്ലോ നമ്മുടെ ആളുകൾ ഇപ്പോൾ പോകുന്നതിന്റെ ഒരു ലക്ഷ്യം. ഡിപ്ലോമാറ്റിക് തലത്തിലും അതുപോലെ തന്നെ മാധ്യമങ്ങളിലും ഒക്കെ നമ്മുടെ അനുകൂലമായ വാർത്തകൾ വരുത്തുക എന്നൊരു ലക്ഷ്യം കൂടി ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ അത്തരമൊരു പ്രശ്നം അവിടെ ഉണ്ട്. ഈ ദേശീയ രംഗത്ത് ഗവൺമെന്റിനെ അനുകൂലിക്കുന്ന ഈ തരത്തുന്ന പുകഴ്ത്തുന്ന തരത്തിൽ പോലും ഉള്ള മാധ്യമങ്ങൾ ഉണ്ടെങ്കിൽ, അന്തർദേശീയ തലത്തിൽ നമുക്കെതിരാണ് വാർത്തകൾ മുഴുവൻ. അപ്പൊ അങ്ങനെയുള്ള, നമുക്ക് അതിനകത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ആഗോള ശക്തിയാണ് എന്ന് പറയുന്ന ഒരു രാജ്യം, ഇപ്പൊ നമുക്കറിയാം ചൈന എന്ന് പറയുന്ന രാജ്യം CGTN എന്ന് പറയുന്നവരുടെ ചാനലാണ്. CGTN ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, എനിക്ക് തോന്നുന്നു ലണ്ടനിലും ഗൾഫ് രാജ്യങ്ങളിലും ഒക്കെ അവരുടെ CGTN ചാനലുകളുണ്ട്. അവരുടെ വ്യൂസും മറ്റുമൊക്കെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വാർത്താ ചാനലാണ് CGTN. നമുക്ക് അങ്ങനെ ഒരു ചാനലുണ്ടോ? നമുക്ക് അങ്ങനെ ചാനൽ അൽ ജസീറ, ഖത്തറിന്റെ ചാനലാണത്. അൽ ജസീറ ചാനൽ ലോകം മുഴുക്കെ നമ്മൾ കാണുന്ന ചാനലാണ്. കാരണം ഇതിലൂടെ അവരുടെ വ്യാഖ്യാനങ്ങൾ ലോകത്ത് അവതരിപ്പിക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ചാനൽ സംവിധാനം ഉണ്ടോ? വാർത്ത അന്തർദേശീയ തലത്തിൽ നമ്മുടെ വാചകം. അപ്പൊ അതിനെക്കുറിച്ച് ഗവൺമെന്റ് ആലോചിക്കണം. അങ്ങനെക്കുറിച്ച് ഗവൺമെന്റ് ആലോചിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, അവർക്ക് കുറെ സ്വാതന്ത്ര്യങ്ങളും കൂടെ ഉണ്ടാവണം. അപ്പൊ മാധ്യമങ്ങൾ, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളൊരു ലോകശക്തിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോഫ്റ്റ് പവർ, നമ്മുടെ ഈ സോഫ്റ്റ് പവർ എന്ന് പറയുന്ന മൃദുശക്തി ലോകത്തൊട്ടാകെ അറിയണമെങ്കിൽ നമ്മുടെ വ്യാഖ്യാനങ്ങൾ ലോകം അറിയാനുള്ള സാഹചര്യം ഉണ്ടാവണം. ഇവിടുത്തെ ദേശീയ തലത്തിലുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തയല്ല അന്തർദേശീയ തലത്തിൽ ന്യൂയോർക്ക് ടൈംസും വാഷിംഗ്ടൺ പോസ്റ്റും CNN-ഉം അൽ ജസീറയും ഒക്കെ കൊടുക്കുന്നത്, CGTN കൊടുക്കുന്നത്. അതുകൂടി കണ്ടുകൊണ്ടുള്ള നടപടികൾ ഇന്ത്യയുടെ ഗവൺമെന്റ് ഭാഗത്തുനിന്നുണ്ടായാൽ മാത്രമേ നമ്മുടെ അഭിപ്രായങ്ങൾ ലോകതലത്തിൽ എത്തിപ്പെടുത്തുള്ളൂ. റൈറ്റ്. ഞാൻ അവസാനം ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പോൾ ഇതിൻ്റെ പാരലായിട്ട് വേറൊരു സംഗതി കൂടെ നമ്മൾ വിദേശകാര്യവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഗവൺമെൻറ്റുമായിട്ട് കൂടുതൽ എൻഗേജ് ചെയ്യാൻ ഇന്ത്യ തയ്യാറാകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ വിദേശകാര്യമന്ത്രി S ജയശങ്കർ താലിബാൻ സർക്കാരിലെ വിദേശകാര്യമന്ത്രിയുമായിട്ട് സംസാരിക്കുന്നു. അതേക്കുറിച്ച് അദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുന്നു.
അട്ടാരി അതിർത്തിയിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ട്രക്കുകൾക്ക് വേണ്ടിയിട്ട് അതിർത്തി തുറന്നു കൊടുക്കുന്നു. ഇങ്ങനെയുള്ള പല സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെ ഒരു വൈരുദ്ധ്യം നമുക്ക് കാണാൻ സാധിക്കും. കാരണം നമ്മൾ ആഗോള സമൂഹത്തോട് പറയാൻ ശ്രമിക്കുന്നത് നമ്മൾ ഭീകരവാദത്തിനെതിരാണ്, ഭീകരവാദികൾക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടായത്, അതിൻ്റെ തുടർ നടപടികൾ ഉണ്ടായത്, ഇനിയും അതായിരിക്കും നിലപാട് എന്ന് നമ്മൾ പറയുന്നു. അപ്പം തന്നെ നമ്മൾ താലിബാനുമായിട്ട് വലിയ തോതിൽ എൻഗേജ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇതിൻ്റെ ഒരു ന്യായം എന്താണ്? ഇതിലൊരു വൈരുദ്ധ്യമുണ്ടോ? നമ്മൾ ആഭ്യന്തര രാഷ്ട്രീയവും വിദേശ രാഷ്ട്രീയവും രണ്ടും രണ്ടായിട്ട് ആണ് കാണുന്നത്. പക്ഷെ നമ്മുടെ ഇന്ത്യയിലുള്ളൊരു പ്രശ്നം ഈ ആഭ്യന്തര രാഷ്ട്രീയത്തിന്റെ എക്സ്പാൻഷനാണ് നമ്മുടെ വിദേശ നയം എന്നുള്ളതാണ് നമ്മുടെ കോട്ടത്തിന്റെ പ്രധാനപ്പെട്ട കാരണം. അതായത് നമ്മൾ പിന്നെ ഈ പറയാറുണ്ട് ഈ മാലദ്വീപ് പോലെയുള്ള രാജ്യങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട്. ഈ അതായത് ഇന്ത്യ ഔട്ട് എന്ന് പറയുന്ന മുദ്രാവാക്യത്തിലൂടെ മൊയ്സു പിന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടാനും വിജയിക്കാനും ഉണ്ടായിട്ട് അവർ ഉപയോഗിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യോഗ ഡേ എന്ന് പറയുന്നൊരു പരിപാടി നമ്മൾ ഐക്യരാഷ്ട്ര സംഘടനയിൽ അത് അവതരിപ്പിക്കുകയും ഐക്യരാഷ്ട്ര സംഘടന അംഗീകരിക്കുകയും ഒരു ദിവസം ജൂൺ മാസം 21 എനിക്ക് തോന്നുന്നു ഈ യോഗ ഡേ അന്തർദേശീയ നടത്തുന്നത്. അവിടെ ഈ മാലദ്വീപിലെ ഈ യോഗ ഡേ ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിൽ നടത്താൻ ശ്രമിച്ചതിനെതിരെ ഈ മൊയ്സുവിന്റെ ആളുകൾ കടന്നു കയറി അലങ്കോലമാക്കി അതിനെ അവസാനം സമ്മതിച്ചില്ല. അന്ന് അവർ പറഞ്ഞത് ഈ ഇന്ത്യനൈസേഷൻ, ഹിന്ദുവൈസേഷൻ നടത്തി വിജയിപ്പിക്കാനായി മാലദ്വീപിൽ നടത്താനാണ് ഇപ്പോൾ ഇന്ത്യ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഒരു ആർഗ്യുമെന്റ്, അതായത് ഈ ഇന്ത്യ ഗവൺമെന്റ് അധികാരത്തിൽ ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യൻ വിദേശ നയത്തിൽ സാധാരണ ഉണ്ടായിരുന്നതിന്റെ കൂടെ ഹിന്ദുത്വ ആശയങ്ങൾ കൂടി വന്നിട്ടുണ്ട്. ആ ഹിന്ദുത്വ ആശയങ്ങൾ ഏതെങ്കിലും തരത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്, അപ്പോൾ അത് പൗരത്വ നിയമത്തിന്റെ കാര്യത്തിൽ ബംഗ്ലാദേശ് നമുക്കെതിരായിട്ട് നിലപാടെടുത്തു. ഈ പൗരത്വ നിയമത്തിന്റെ കാര്യത്തിൽ തന്നെയാണ് പിന്നെ മാലദ്വീപിലും അതിനെതിരായിട്ടുള്ള ആശയങ്ങളുണ്ടായി. അപ്പൊ നമ്മുടെ ചുറ്റും ഏതാണ്ട് 4 രാജ്യങ്ങൾ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, നമ്മുടെ ദക്ഷിണേഷ്യൻ അതിർത്തിയിലുള്ള അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, മാലദ്വീപ് 4 മുസ്ലിം രാജ്യങ്ങളാണ്, ഭൂരിപക്ഷ രാജ്യങ്ങളാണ്. അപ്പൊ ഈ രാജ്യങ്ങളുടെ രാഷ്ട്രീയവും അവരുടെ ആഭ്യന്തര രാഷ്ട്രീയവും കണക്കിലെടുക്കാതെ നമുക്കൊരു വിദേശ നയം ഉണ്ടാക്കാൻ പറ്റൂല. അപ്പൊ അങ്ങനെ അത് അവിടെ അതായത് നമ്മുടെ ആഭ്യന്തര നയത്തിന്റെ ഒരു എക്സ്പാൻഷനായിട്ട് വിദേശ നയം വരുന്നതിന്റെ പ്രശ്നമാണ്. നെയ്ബർഹുഡ് ഫസ്റ്റ് പോളിസി നമ്മൾ സ്വീകരിച്ചെങ്കിലും നമ്മുടെ കൂടെ ഒരു അയൽരാജ്യവും ഇല്ല വാസ്തവത്തിൽ. ഭൂട്ടാൻ മാത്രമാണ്. ഭൂട്ടാൻ എന്ന് പറയുന്നത് ഭൂട്ടാന്റെ പ്രതിരോധ വിദേശ കാര്യങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുന്ന രാജ്യമാണ്. എന്നിട്ട് പോലും ഭൂട്ടാന് പോലും നമ്മളോട് താല്പര്യമല്ല ഇപ്പോൾ ഉള്ളത്. വാസ്തവം പറഞ്ഞാൽ അവർക്ക് അതായത് വേറുള്ള രാജ്യങ്ങളുടെ എംബസി ഒന്നും തുറക്കാൻ പിന്നെ അവർക്ക് നമ്മുടെ അനുവാദം വേണം. അപ്പോൾ ചൈനയായിട്ട് അവർക്ക് ബന്ധം സ്ഥാപിക്കണമെന്നുണ്ട്. പക്ഷേ ഇന്ത്യ ഗവൺമെന്റുമായി ആലോചിക്കുമ്പോൾ അതിനുള്ള അനുവാദം കിട്ടുന്നില്ല എന്നുള്ള കാര്യത്തിൽ ഭൂട്ടാന് പോലും രോഷമുണ്ട് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് സ്ഥിതി. അപ്പൊ നമ്മുടെ ആഭ്യന്തര കാര്യങ്ങളുടെ ഒരു എക്സ്പാൻഷനായിട്ട് നമ്മുടെ വിദേശ നയം പോയതിന്റെ ഒരു പരാജയം ഇന്ത്യയുടെ നൈബർഹുഡ് ഫസ്റ്റ് പോളിസിയുടെ പരാജയത്തിൽ ഉണ്ട്. എന്നാൽ ഇവിടെ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഞങ്ങൾ താലിബാനുമായി സംസാരിക്കില്ല, താലിബാനുമായിട്ട് ഞങ്ങൾക്കൊരു ബന്ധവും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന രാജ്യമാണിത്. അപ്പോൾ ഇവിടെ ഞാൻ വാസ്തവത്തിൽ ബേസിക്കലി ഈ ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ ഈ റിയലിസ്റ്റ് തിയറി ആണ് വേണ്ടത് എന്ന് വിചാരിക്കുന്ന ആളാണ്. ഈ റിയലിസ്റ്റ് തിയറി എന്ന് പറഞ്ഞാൽ ലോകത്ത് നമ്മുടെ സുരക്ഷ, നമ്മുടെ വളർച്ച, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. യുദ്ധം ഒരു യാഥാർത്ഥ്യമാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് നമ്മുടെ സുരക്ഷയും നമ്മുടെ വളർച്ചയ്ക്കും പ്രാധാന്യം നൽകി മറ്റു രാജ്യങ്ങളുമായി ബന്ധം സ്ഥാപിക്കണം എന്നുള്ള കാര്യത്തിലുള്ള അഭിപ്രായമാണ് എൻ്റെ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ വാസ്തവത്തിൽ ഇപ്പോൾ നമ്മളൊരു പ്രാക്ടിക്കൽ, അതായത് കുറച്ച് നാളായിട്ട് നമ്മൾ ഈ താലിബാനെ എൻഗേജ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, എങ്കിലും നമ്മൾ വളരെ പ്രായോഗികമായ സമീപനം ഇക്കാര്യത്തിൽ എടുത്തതിന്റെ കാരണം ഇപ്പോഴുണ്ടായ സാഹചര്യമാണ്. സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന്, നമുക്ക് ഇവിടെ പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ ആക്രമണം ഉണ്ടാകുന്നു. 2, പാകിസ്ഥാനും താലിബാൻ അഫ്ഗാനിസ്ഥാനും തമ്മിൽ സംഘർഷം ഉണ്ടാകുന്നു. അപ്പൊ ശത്രുവിന്റെ ശത്രു മിത്രം എന്ന പിന്നെ ചാണക്യതന്ത്രം ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്. നമുക്ക് എന്താണ് സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ പോകണമെങ്കിൽ നേരത്തെ പാകിസ്ഥാനിലൂടെയാണ് പോകേണ്ടിയിരുന്നത്. പക്ഷെ അഫ്ഗാനിസ്ഥാനിലൂടെ നമുക്ക് പോകാൻ കഴിഞ്ഞാൽ, അഫ്ഗാനിസ്ഥാനിൽ കയറാൻ കഴിഞ്ഞാൽ നമുക്ക് ഇറാനിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ പോകാനായിട്ട് വളരെ എളുപ്പത്തിൽ സാധ്യമാകും. അപ്പൊ അതുകൊണ്ട് ഈ പാകിസ്ഥാനുമായിട്ട് അഫ്ഗാനിസ്ഥാൻ ശത്രുതയിൽ നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് താലിബാനെ നമ്മൾ അംഗീകരിക്കുകയും താലിബാനുമായി ബന്ധം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നതിൽ ഒരു പ്രായോഗിക നടപടിയുണ്ട്. അതേസമയം തന്നെ ഒരു വൈരുദ്ധ്യമുണ്ട്. ആ വൈരുദ്ധ്യം എന്ന് പറയുന്നത്, ഞങ്ങൾ ഭീകരതയുമായി ഒത്തുപോകില്ല, അതുകൊണ്ട് ഞങ്ങൾ താലിബാനുമായി സഹകരണം ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറയുന്ന രാജ്യം തന്നെ പാകിസ്ഥാൻ ഭീകരതയെ എതിർക്കുക എന്ന് പറയുന്ന ഒരു വൈരുദ്ധ്യമുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ കാണേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ദേശീയ താല്പര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ശത്രുവിന്റെ ശത്രുവും മിത്രവുമായി ബന്ധം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന കാര്യം മാത്രമേ അതിനകത്തുള്ളൂ.
റൈറ്റ്. വളരെയധികം നന്ദി പ്രൊഫസർ ജോസഫ് ആൻ്റണി ഞങ്ങളോട് സംസാരിച്ചതിന്. ആ, നയതന്ത്ര നീക്കങ്ങൾ സജീവമാക്കുകയാണ്, അതിന് സർവകക്ഷി സംഘത്തെ നിയോഗിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇന്ത്യ ഒറ്റ ശബ്ദമായി വിവിധ രാജ്യങ്ങളോട് സംസാരിക്കുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ആ പ്രതീതി സൃഷ്ടിക്കപ്പെടുമ്പോൾ തന്നെ അതിന് ആഭ്യന്തര രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് നമ്മളുടെ നരേന്ദ്രമോദി സർക്കാരും BJPയും സംഘപരിവാരവും ഉപയോഗപ്പെടുത്തുക എന്നുള്ള ചോദ്യം അവിടെയുണ്ട്. ആ ചോദ്യത്തിൻ്റെ തുടർച്ച നമ്മൾ ഒരുപക്ഷെ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാരുമായി ഉള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും നമ്മൾ കാണേണ്ടി വരും എന്നുള്ള വസ്തുത എവിടെയുണ്ട്. അതിലൊക്കെയുള്ള വൈരുദ്ധ്യങ്ങൾ നമ്മളുടെ മുമ്പിൽ വലിയ തോതിൽ ഉയർന്നു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. വളരെയധികം നന്ദി ഈ എപ്പിസോഡുമായി സഹകരിച്ചതിന്. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.